ഹലോ. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് എൻ്റെ ഒരു വർക്ക് ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ചത് ജേർണലിസമാണ്. ഇൻറ്റേൺഷിപ്പ് ചെയ്തത് മനോരമ ന്യൂസിലായിരുന്നു. മനോരമ ന്യൂസിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തത് മലയാളത്തിൽ തന്നെ പണ്ട്, ഇപ്പോഴല്ല, ഈവൻ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തല്ല, അതിനൊക്കെ മുന്നേ കുറച്ച് നല്ല പ്രമുഖമായിട്ടുള്ളൊരു ചാനലായിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു ചാനലാണ്. പക്ഷേ ഒരു സമയത്തിന് ശേഷം ആ ചാനലിലെ പ്രൗഢിയൊക്കെ അങ്ങ് പല്ലു ഒഴിഞ്ഞ സിംഹം പോലെയായി. മീൻസ് അധികം വ്യൂവേഴ്സ് ഇല്ല, അതിന് മാത്രം ക്രൂ അവർക്കില്ല. കുറച്ച് റിപ്പോർട്ടേഴ്സ് അവിടെ ഇവിടെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു വാർത്ത വിടുന്ന സമയത്ത് നമുക്ക് വിഷ്വൽസ് ആണല്ലോ, അപ്പോൾ അത് എടുക്കാനും അല്ല അതിനുള്ള അധികം കപ്പാസിറ്റി നമുക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചെയ്യുന്നൊരു ഈ ചാനൽ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഈ ചാനൽ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്രീൻ ഗ്രാബ് ചെയ്യും. അതിനുള്ളതായിട്ടുള്ളൊരു ആപ്പും സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഇതാന്ന് പറയുന്നത് മനോരമ ന്യൂസ് ആയിരുന്നു. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മനോരമ ന്യൂസിൻ്റെ ഇത് പോകുന്ന സമയത്ത് നമ്മളത് സ്ക്രീൻ ഗ്രാബ് ചെയ്തിട്ട് വിഷ്വൽസ് മാത്രം എടുക്കും. ആങ്കേഴ്സിനെയും മറ്റു സാധനങ്ങളൊക്കെ കട്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ചെയ്യുന്ന സമയത്ത് ആങ്കർ നമ്മൾ കട്ട് ചെയ്ത് അത് ആരും ശ്രദ്ധിച്ചില്ല. കട്ട് ചെയ്ത് അതിൻ്റെ ആങ്കർ പാട്ടടക്കം ലൈവിൽ പോയെന്ന് വെച്ചാൽ ടി വിയിൽ ഇത് സംപ്രേഷണമായി. എന്തോ ഭഗവാൻ സഹായിച്ച് നമ്മുടെ ചാനൽ അധികം ആൾക്കാർ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അത് വലിയൊരു ഇഷ്യൂ ആയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു വേറെ, അതും മനോരമ പോലെ തന്നെ ഒരു ചാനൽ തന്നെയാണ് ഇതും. ആ ചാനലിൽ മനോരമേൻ്റെ സാധനം ഓൺ എയർ ആയി പോവുക എന്നുള്ളൊരവസ്ഥ. ആൻഡ് അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോഴുള്ളൊരു കഥയും കൂടിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ആൻഡ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്ത് പോകുമ്പം ആ കമ്പനി നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ടാറ്റാ.